ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ആമേൻ. വാഗ്ദത്തം ഒത്തിരി ഇസഹാക്കിൻ്റെ മുന്നിലുണ്ടായിരുന്നു. എങ്കിലും ശത്രു അവൻ്റെ നന്മകളെ പലപ്പോഴായി അപഹരിച്ചെടുത്തു. ഉയർച്ച കാണാൻ കഴിയാതെ വണ്ണം അവൻ വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടു. താനായിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് കയറി വരാൻ പറ്റാതെ വണ്ണം ഒത്തിരി ഭാരപ്പെട്ടു. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറേണ്ടിയ സമയമായപ്പോൾ ദൈവശബ്ദത്തിനൊത്തവണ്ണം അവൻ സ്റ്റെപ്പുകൾ വയ്ക്കുവാൻ തുടങ്ങി. അവൻ്റെ മുന്നിൽ വലിയ നന്മകൾ, അനുഗ്രഹങ്ങൾ, സമാധാനം, സന്തോഷം സകലതും വെളിപ്പെട്ടു വന്നു. ആമേൻ. ഇന്ന് എന്നെ കേൾക്കുന്ന നീ ഒന്ന് മാറി ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്ക് എന്ന പോലെ തകർച്ചയുടെ അവസ്ഥയിൽ ആണെങ്കിൽ, നിന്റെ കരം പിടിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ നിന്റെ കരം പിടിക്കുന്ന നല്ലൊരു യേശു കർത്താവ് നിനക്കുണ്ട്. നിന്നിലെ വാഗ്ദത്തങ്ങൾ, നിന്റെ അപ്പനും അമ്മയോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ അത് നിറവേറാൻ സമയമായി. നീ തകർന്നു പോകാനല്ല ദൈവം നിന്നെ കണ്ടത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ ദൈവം നിന്നെ കണ്ടത് നിന്നിലെ വലിയ പദ്ധതികൾക്കായാണ്. ഈ പ്രതിസന്ധികൾ മാറും, ഈ പ്രതികൂലങ്ങൾ മാറും. താഴ്ച ഉയർച്ചയാകും, പരാജയം ജയമാകും, നഷ്ടം ലാഭമാകും. നീ തകർന്നവനാണെങ്കിൽ ദൈവം നിന്നെ പണിയും. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുക. നീയുമായി ബന്ധപ്പെട്ട നിന്നിലെ സാധ്യതകളെ ദൈവം തുറക്കുവാൻ പോവുകയാണ്. മറ്റുള്ളവർ ആശ്ചര്യപ്പെടുന്നത് പോലെ വലിയ ദൈവപ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ സ്വർഗം അയക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ കൃപ ഈ ദിവസങ്ങളിൽ നിന്നെ പൊതിയാൻ പോകുന്നു. നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ, അതിരുകൾ വിശാലമാകട്ടെ, ഒരു കൊയ്ത്തിൻ്റെ അനുഭവം നിന്നിൽ ഉണ്ടാകട്ടെ. ഒരു കൊയ്ത്തുകാലത്തെ ആർപ്പുവിളികൾ നീ കേൾക്കുമാറാകട്ടെ. നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ. ആമേൻ. പ്രാർത്ഥനയോടെ ബ്രദർ റിനു ബേത്ലഹേമിൽ.